ശ്രീ ലാൽകുമാർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തക കൺവെൻഷനിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായി പല രാജ്യങ്ങളിൽ നിന്നും എന്നെ സന്ദർശനത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അത് ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളുടെയും ആത്മവിശ്വാസമാണ് BJP വീണ്ടും അധികാരത്തിൽ വരും, മോദി പ്രധാനമന്ത്രിയാകുമെന്നുള്ളത്. ആ ആത്മവിശ്വാസത്തിലാണ് BJP മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭരണവിരുദ്ധ വികാരം പോലും പ്രതീക്ഷിക്കാതെ 3ാം ടേം പ്രതീക്ഷിക്കുന്ന BJPക്ക് അതിനുള്ള അമിത ആത്മവിശ്വാസം നൽകുന്നത് കോൺഗ്രസിന്റെ ഈ ഗതികേടല്ലേ? ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഒരു ഹൈക്കമാൻഡിനെയും വിശ്വസിക്കാതെ പാർട്ടി വിട്ടുപോകാൻ തയ്യാറെടുക്കുന്നതല്ലേ? അതെ, നോക്കൂ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ സൂചിപ്പിക്കാം. കമൽനാഥുമായി ബന്ധപ്പെട്ട് നോക്കൂ, കമൽനാഥിനെ അവിടുത്തെ ഏറ്റവും വലിയ പ്രോമിനന്റ് ലീഡറായി അദ്ദേഹം വന്നിട്ട് വർഷങ്ങളായി. നമുക്ക് സംശയമില്ല, മധ്യപ്രദേശിൽ അദ്ദേഹം പല കാര്യങ്ങളും തീരുമാനിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. കോൺഗ്രസിന്റെ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ പോലും പറയാവുന്ന രീതിയിൽ കമൽനാഥ് വളർന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയും തമ്മിലുള്ള വഴക്കിന്റെ അവസാനം നമ്മൾ കണ്ടത് എന്താണ്? ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിലേക്ക് ചേരുന്നത് നമ്മൾ കണ്ടത് അല്ലേ? അപ്പം യഥാർത്ഥത്തിൽ കമൽനാഥിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ഒരു AICCയോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസിനെയാണ് നമ്മൾ കണ്ടത്. അതുവഴി അപ്പുറത്ത് നിന്ന് ഫാക്ഷന്റെ ആളായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിൽ ചെയ്യുകയും അദ്ദേഹം മന്ത്രി വരെ ആവുകയും ചെയ്തു. ഇപ്പം ഈ പറയുന്ന കമൽനാഥും അപ്പുറത്ത് പോവുക. അപ്പൊ കോൺഗ്രസിന്റെ ഒരു ഗതികേട് ആലോചിക്കണം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ വെറുപ്പിച്ചു വിട്ടു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജ്യോതിരാദിത്യ സിന്ധ്യ രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആള് BJPയുടെ പാളയത്തിലെത്തുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് അവിടെ ജയിക്കാൻ വയ്യാതെ വന്നപ്പം തിരിച്ചപ്പുറത്ത് പോകുന്നു. ഒരു സിറ്റുവേഷൻ. അടുത്ത സിറ്റുവേഷൻ നോക്കൂ, BJPയിൽ ഇരുന്ന നവജോത് സിംഗ് സിദ്ധു കോൺഗ്രസിൽ വരുന്നു. കോൺഗ്രസിന്റെ അവിടുത്തെ അധ്യക്ഷനായി, ഒന്നാലോചിക്കണം, BJP എന്ന് വന്ന ഒരാളാണ് കോൺഗ്രസിന്റെ അവിടുത്തെ അധ്യക്ഷനായത്. ആ അധ്യക്ഷനായ അദ്ദേഹം വന്നതുകൊണ്ട് മാത്രം അദ്ദേഹവുമായിട്ടുള്ള പൊളിറ്റിക്കൽ റിഫ്റ്റിന്റെ ഭാഗമായി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുന്നു. ദർ കുഡ് ബി മൾട്ടിപ്പിൾ റീസൺസ്, ഒരുപാട് റീസൺസ് വേറെ കാണാം. പക്ഷെ ഇതൊരു വലിയ ഫാക്ടർ ആയിരുന്നു പഞ്ചാബിൽ. അവസാനം ഈ പറയുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അവിടുന്ന് പോയി BJPയുടെ പാളത്തിലേക്ക്, NDAയുടെ പാളത്തിലേക്ക്, പിന്നെ അദ്ദേഹം BJP തന്നെ ചേർന്നു എന്ന് ഞാൻ മനസ്സിലാക്കും. ഇപ്പം നവജോത് സിംഗ് സിദ്ധു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അപ്പൊ ഇവര് ആരെ പ്രൊട്ടക്ട് ചെയ്തോ ആ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയ ആളും കൂടെ അവസാനം BJPയിലേക്ക് ചേരുന്ന ഒരു സാഹചര്യം വരുന്നുവെങ്കിൽ AICCക്ക് പ്രോപ്പറായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനും AICCക്ക് കൃത്യമായി ഒരു നിലപാടിലേക്ക് എത്താൻ AICC പരാജയപ്പെടുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. അതിനകത്ത് വേറെ ആളെ ഒന്നും BJP അല്ലെങ്കിൽ മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയൊന്നും പഴിചാരിട്ടൊന്നും കാര്യമില്ല. ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കണ്ടേ? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യം ശരിയാണെന്ന് വെക്കാം. സംഭവിക്കുന്നത് അൾട്ടിമേറ്റ്ലി രണ്ട് കൂട്ടരും BJPയിൽ ചെന്ന് ചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്? ഇവര് പല കാര്യങ്ങളും ചുമ്മാതെ മറ്റുള്ള ആൾക്കാരുടെ മുകളിൽ പഴിചാരി വെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല എങ്കിൽ എന്നാൽ പിന്നെ അതിന്റെ കൂട്ടത്തിൽ പറയും ഈ നമ്മൾ രാജ്യം മൊത്തം നമ്മളാണ് കിടക്കുന്നത്, നമ്മൾ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കേൾക്കാം. പക്ഷെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഒരു പ്രവർത്തനവും നടത്തത്തില്ല, ഒരു കാര്യവും ചെയ്യത്തില്ല. പിന്നെ നമ്മൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത് BJPയെ തോപ്പിക്കും? ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, BJPയുടെ സംഘടനാ ശക്തി വലുതാണ്. ഒരു അപ്പുറത്ത് നിൽക്കുന്ന ശക്തിയെ തോപ്പിക്കണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അപ്പുറത്ത് നിൽക്കുന്ന ഒരു ശക്തിയെ തോപ്പിക്കണമെങ്കിൽ ആ ശക്തി എത്രമാത്രം എന്ന് നമ്മൾ അറിയണം. പാൻ ഇന്ത്യൻ ലീഡറായി നിൽക്കുന്ന, എവിടെ പോയാലും ആളെ കൂട്ടാൻ കഴിയുന്ന നരേന്ദ്രമോദിയാണ് അപ്പുറത്തുള്ളത്. ആ നരേന്ദ്രമോദിയെ തോപ്പിക്കണമെങ്കിൽ കൂടുതൽ പണി ഇപ്പുറത്തിരിക്കുന്നവരെടുക്കണം. സാധാരണ പണി എടുത്താൽ പോരാ, കൂടുതൽ പണി എടുക്കണം. അതാണ് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അദ്ദേഹത്തെ ഈ പറയുന്ന എവിടെ ചെന്നാലും ആൾ കൂടുന്ന അങ്ങനെ ഒരാളെ തോപ്പിക്കേണ്ട സാഹചര്യം ഉണ്ട്. ഒന്ന് വ്യക്തമായ ബോധ്യം നമ്മൾ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതാണെങ്കിൽ ആ ബോധ്യത്തിനനുസരിച്ച് പെരുമാറാൻ കോൺഗ്രസിന്റെ സംഘടനയും കഴിയണം. ഞാൻ ഒരു കാര്യം കൂടി ഉദാഹരിക്കാം. നിങ്ങൾ നോക്കൂ, ഇതേ സിറ്റുവേഷൻ, ഏതാണ്ട് ഇതുപോലെ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. അശോക് ഗെഹ്ലോട്ടിന് വേണ്ടി സച്ചിൻ പൈലറ്റിനെ വെറുപ്പിച്ചു. ഇനി സച്ചിൻ പൈലറ്റ് എന്നാണ് അപ്പുറത്ത് പോകുന്നതെന്നും അത് കഴിഞ്ഞ് എപ്പോഴാണ് ഗെഹ്ലോട്ട് അപ്പുറത്ത് പോകുന്നതെന്ന് നോക്കിയാൽ മതി. ഇത് സച്ചിൻ പൈലറ്റ് ഒരു പോയിന്റിൽ BJPയുമായിട്ട് ചേരുന്നത് വരെ നമ്മൾ എത്തി. ആ ഡിസ്കഷൻ നമ്മൾ നടത്തിയതില്ലേ?
നമ്മൾ പലരും ഈ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിച്ചല്ലേ. അപ്പൊ ഇങ്ങനെ ഒരാളെ പോലും പിടിച്ചു നിർത്താൻ പറ്റാതെ നിങ്ങൾ നിൽക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ വീക്ക്നെസ് ആണെന്നും നിങ്ങൾക്ക് സംഘടനയില്ലെന്നും നിങ്ങൾ വിചാരിച്ച ഒന്നും നടക്കത്തില്ലെന്നും ഉള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പുറത്ത് ഇപ്പൊ മനീഷ് തിവാരി പോകുന്നു എന്ന് പറയും. അപ്പൊ ഈ പറയുന്നവരെല്ലാം പൊഴിഞ്ഞു പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പം കുറച്ചാൾ ഈ ഡോറൊക്കെ അടച്ചിടണം, അല്ലെങ്കിൽ ഇതുവരെ ഇറങ്ങി ഓടും, എല്ലാവരും ഇറങ്ങി ഓടും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരരുത്. കോൺഗ്രസ് ഞാൻ ഒരു നെഗറ്റീവ് ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡിൽ ഈ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ മറ്റൊരാളിൽ നിന്ന് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം ചെയ്യൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അത് അവർക്ക് ചെയ്യാൻ അവർ അമ്പേ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് മറ്റൊരാളെ പഴിചാരിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇപ്പൊ ശ്രീമാറിയേട്ടൻ പറഞ്ഞ കുറെ കാരണങ്ങളാണ്. നമുക്കിപ്പം ഒരു ചർച്ചയിൽ വന്നിരുന്ന് അല്ലെങ്കിൽ ഒരു പാർട്ടിയെ ഇന്ന ആള് പോയതിന് 10 റീസൺ പറയുന്നു, മറ്റേ ആള് പോയതിന് 10 റീസൺ പറയുന്നു. 10, 20 റീസൺ ആയി എന്നുള്ളതല്ലാതെ ഈ പറയുന്ന ആള് അപ്പുറത്തെ പാളയത്തിലെത്തി, ഇവരുടെ കൂട്ടത്തിലുള്ള വോട്ടും അപ്പുറത്തെത്തി എന്ന കാര്യം നമ്മൾ മറക്കരുത്. പോകുന്ന പോക്കിന് ഇവരെ കമൽനാഥിനൊപ്പം ഏതാണ്ട് 15ഓളം MLA പോകുന്നതാണ് പറയുന്നത്. സിദ്ധുവിനൊപ്പം അവിടെ ഉണ്ടാകുന്ന MLA അവർ പോകുമെന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവം മുൻ MLA-മാരും MP അടക്കം അങ്ങോട്ടേക്ക് ചേരുന്നു. അങ്ങനെ പോവാണ്. ഒറ്റ പരിപാടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, ബാക്കിയുള്ളവരും സംസാരിക്കണം. നോക്കൂ, BJP-യുടെ കൂട്ടത്തിൽ നിന്നൊരാളെ അന്ന് ഞാൻ ഈ ശ്രീമാറിയേട്ടന്റെ ചർച്ചകളിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. BJP-യിൽ നിന്ന് വന്ന ഒരാളെ ഒരു ദിവസം നിങ്ങൾ PCC അധ്യക്ഷനാക്കുകയാണ്. സിദ്ധുവിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ K. സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ KPCC അധ്യക്ഷനാക്കുന്നത് പോലെ അല്ലേ അത്? അങ്ങനെ അല്ലേ അത് സംഭവിക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് ഇവർ ചെല്ലുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇവർക്ക് എവിടുന്നാണ് ഈ ഊർജം കിട്ടുന്നത്? ആരാണ് ഇവർക്ക് ഈ പറഞ്ഞ ഉപദേശം കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം ഏറ്റവും വലിയൊരു മണ്ടത്തരം കാണിക്കുക. എന്നിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ നേതാക്കന്മാരെല്ലാം സ്വാഭിത താല്പര്യങ്ങളുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവര് ചേരി മാറുന്നെന്നുള്ള ശ്രീമാറിയേട്ടന്റെ വാദത്തോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. പക്ഷെ ഇവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാം അങ്ങ് പോവാണ്. അപ്പൊ ഇവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാം സ്വാഭിത താല്പര്യമുള്ളവർ മാത്രമാണോ? അങ്ങനെ ഒരു കാര്യമില്ലേ. കാര്യം നിങ്ങളുടെ കൂട്ടത്തിൽ ആരും നിൽക്കത്തില്ല, എല്ലാവരും അപ്പുറത്ത് പോകും. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാം സ്വാഭിത ഓരോ പ്രാവശ്യം വരുമ്പം അങ്ങനെ ഈ കോൺഗ്രസിന്റെ പതാക ഉയർത്തിപ്പിടിക്കാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മൂല്യം അറിയാത്ത കുറെ പേര് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയും MP സ്ഥാനത്തിന് വേണ്ടിയും ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകും. അവരൊന്നുമല്ല ഈ കോൺഗ്രസിനെ പിടിച്ചു നിർത്തുന്നുള്ള വലിയ വാചകങ്ങളൊക്കെ നമ്മൾ കേൾക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ കൂട്ടത്തിൽ ആരില്ല, എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?